ലോകത്തിന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഇടതുപക്ഷത്തിനെതിരെ എം വി ഗോവിന്ദൻ മാഷയ്ക്കെതിരെ ഇ പി ജയരാജനെതിരെയൊക്കെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യമാണ്. പാർട്ടിയിൽ എന്ത് തെറ്റുകൾ കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കാനുള്ളതാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ഏരിയ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. അത് കൃത്യമായി നിർവഹിക്കുകയാണ് കൊല്ലംകാര്. എന്താണ് തോന്നുന്നത്? ഈ കൊല്ലം എന്ന് പറയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ നാടാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഗുണമേന്മ? നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മയും തെറ്റുകളും ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയൊക്കെ എപ്പോഴും നിലപാട് എടുക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളാണ് ഗോവിന്ദ മാഷിനെ പോലെയുള്ള പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളുകളൊക്കെ. നമുക്ക് കൊല്ലത്ത് നടന്ന ഏരിയ സമ്മേളനങ്ങളിൽ ഒരു പെണ്ണ് വിഷയത്തിൽ ആരോപണ വിധേയനെ കൊണ്ടുവന്ന് ഏരിയ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കാനുള്ള ശ്രമമൊക്കെ ചെറുത്തു നിന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. സംസ്ഥാന നേതാക്കന്മാരെ പോലും പൂട്ടിയിടുന്ന ഒരവസ്ഥയിലേക്ക് കൊല്ലത്തെ കരുനാഗപ്പള്ളിയിലെ സമ്മേളനങ്ങൾ പോയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ സമ്മേളനം നടന്നു. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വനിതാ നേതാക്കന്മാരുടെ മുന്നിൽ പഴയ ബിയർ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവച്ച ഫോട്ടോസൊക്കെ ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട്. പ്ലാസ്റ്റിക് കുപ്പി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു കള്ളുകുപ്പി കൊണ്ടുവച്ചിരിക്കുന്ന പ്രതീതിയാണ് അത് കണ്ടപ്പോൾ ഉണ്ടായത്. അതിനേക്കാൾ ഉപരിയാണ് അവിടുത്തെ സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും. അതിലൊന്ന് സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സാധാരണക്കാരോട് നല്ല രീതിയിൽ പെരുമാറണം, സാധാരണക്കാരെ ചേർത്ത് നിർത്തണം പാർട്ടി എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി മൈക്ക് ഓപ്പറേറ്ററോട് ചൂടായത് ഒന്ന്. പിന്നെ MLA ആയിരിക്കുന്ന എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയി തുടരുന്നത്, MLA ആയിരിക്കുന്ന വി ജോയി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയി തുടരുന്നത്. നോക്കൂ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റോ ആയാൽ അവർ സംഘടനയുടെ തലപ്പത്തേക്ക് വരേണ്ട എന്ന് നിലപാടെടുക്കുന്ന സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് എന്തുമാകാം, കാരണം അവർക്ക് അടുപ്പിലുമാകാം എന്നൊരു പഴഞ്ചൊല്ലിനെ പോലെയാണ് അവർ പെരുമാറുന്നത് എന്ന് കൊല്ലത്തെ സഖാക്കന്മാർ ആരോപണം ഉന്നയിക്കുക. അതിനേക്കാൾ ഉപരി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന് കൃത്യമായി ഈ സംസ്ഥാന നേതാക്കളും സർക്കാരിനും അറിയാം എന്ന സാഹചര്യത്തിലാണ് M മുകേഷിനെ കൊണ്ടുവന്ന് കൊല്ലത്ത് മത്സരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അബദ്ധം പറ്റിയ കാണാം. പൊട്ടൻ ലോട്ടറി അടിച്ചതുപോലെ മുകേഷ് വിജയിച്ചിരുന്നെങ്കിൽ പാർട്ടിയുടെ അവസ്ഥ എന്താകുമായിരുന്നു? ആ ചോദ്യം വളരെ ന്യായമാണ്. അത് കടക്കൽ നിന്നുള്ള ഒരു പ്രതിനിധി, കടക്കൽ എന്ന് പറയുന്നത് പാർട്ടി ഗ്രാമമാണ്, പാർട്ടി ഗ്രാമത്തിൽ നിന്നുള്ള പ്രതിനിധി ആ ചോദ്യം ഉന്നയിക്കുന്നത് ഏറെ പ്രസക്തമാണ്. അവിടെ ഓരോ വിഷയങ്ങളിലും, അതായത് സാധാരണക്കാർ CPM-ന്റെ നേതൃത്വത്തിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിഷയങ്ങളിലും പാർട്ടി സഖാക്കന്മാർ തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ തയ്യാറായി സഖാക്കന്മാർ മുന്നോട്ട് വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ എം വി ഗോവിന്ദൻ മാഷ് മൈക്ക് ഓപ്പറേറ്ററോട് ചൂടായ വിഷയം മാത്രമല്ല, അത് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രയോ തവണ മൈക്ക് ഓപ്പറേറ്റർമാരോട് ചൂടായിരിക്കുന്ന വിഷയം. ഈ മൈക്ക് ഓപ്പറേറ്റർമാരോട് ചൂടാവുന്നത് സഖാക്കന്മാർക്കൊരു വീക്ക്നെസ് പോലെയാണ്. അത് വടകരയില് മൈക്കൊന്ന് കേടായ സമയത്ത് ഷാഫി പറമ്പിലിന്റെ മൈക്ക് റെഡിയാക്കാൻ പോകുമ്പോൾ ഷാഫി പറമ്പിൽ തന്നെ നൈസായിട്ടൊന്ന് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളോട് ചൂടാവുന്നവരല്ല ഞങ്ങൾ എന്ന്. അതിനുശേഷം അവസാനം മുഖ്യമന്ത്രിയുടെ മൈക്ക് കേടായപ്പോൾ മുഖ്യമന്ത്രിനെ അതൊരു രസകരമായ രീതിയിൽ മുഖ്യമന്ത്രി അതിനെ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ എവിടെ ചെന്നാലും മൈക്ക് പ്രശ്നമാണല്ലോ എന്ന് രസകരമായി ചോദിച്ചു. സത്യത്തിൽ അങ്ങനെയൊക്കെ പെരുമാറിയാൽ മതി. അതിന്റെ കാര്യങ്ങളുള്ളൂ, ടെക്നിക്കൽ മിസ്റ്റേക്കുകളാണ്. അതിന്റെ പേരിൽ മൈക്ക് ഓപ്പറേറ്ററുടെ പേരിൽ കേസ് എടുക്കുന്ന നടപടി വരെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനേക്കാൾ ഉപരി കേന്ദ്ര തലത്തിൽ സമരങ്ങളൊന്നും സംഘടിപ്പിക്കപ്പെടുന്നില്ല. കേന്ദ്രത്തിൽ സീതാറാം യെച്ചൂരിക്ക് ശേഷം ആരാണ് നേതാവായിട്ട് വന്നിരിക്കുന്നത് എടുക്കാതിരിക്കുക. പക്ഷേ കേന്ദ്രത്തിൽ ഇതില്ല എന്നുള്ള കാര്യം സഖാക്കന്മാർ മനസ്സിലാക്കുക എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. കേന്ദ്രത്തിൽ എവിടെയാണ് CPM-ന്റെ പ്രസക്തി എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. അത് മനസ്സിലാക്കിയാൽ മതി. സഖാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പോളിറ്റ് ബ്യൂറോ ഉള്ളിടത്തോളം കാലം അതിനൊരു നേതാവ് വേണം എന്നുള്ളതുണ്ടല്ലോ. അല്ല, ഉറപ്പായിട്ടും വേണം. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്ന് സംഘടനാ സംവിധാനങ്ങൾ അങ്ങനെയാണ്. അല്ല, അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്ന് നേതാക്കന്മാർ തന്നെ കരുതിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ പിന്നെ ഈ പറയപ്പെടുന്ന എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അവർക്കൊരു നേതാവിനെ കണ്ടെത്താൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ സമരങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കാത്തത്? അവർ വർഗീയ ശക്തിക്കെതിരെ BJP-ക്കെതിരെ പടപൊരുതുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് സമരങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് CPM-ന്റെ ഭാഗത്തുനിന്ന് കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് സഖാക്കന്മാർ ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി വലുതാണ്. പക്ഷെ അവർ ആ സത്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സഖാക്കന്മാർക്ക് വലിയ മുതിർന്ന നേതാക്കന്മാർക്ക് ആ തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു. കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കേരളം മാത്രം നോക്കി മുന്നോട്ട് പോയാൽ മതി എന്നൊരു വലിയ തിരിച്ചറിവ് നേതാക്കന്മാർക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനൊപ്പം പ്രത്യേക ഇ പി ജയരാജൻ പിന്തുടരുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നയമല്ല എന്ന് അവിടെ വിമർശനം ഉണ്ടായിരിക്കുന്നു. ഇത് മാത്രമല്ല, ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ട പരാമർശം ഉണ്ടായിരിക്കുന്നു. ഇ പി ജയരാജനെ പോലെ തലമുതിർന്ന നേതാവ് LDF-ന്റെ കൺവീനറായിട്ടിരിക്കുന്ന ഒരാൾക്ക് BJP നേതാവുമായി ഇലക്ഷൻ ദിവസം സന്ദർശനം നടത്താമെങ്കിൽ BJP-യുടെ നേതാക്കന്മാർ അല്ല CPM-ന്റെ നേതാക്കന്മാരും ജനപ്രതിനിധികളും BJP-യിലേക്ക് പോകുന്നതിന് ഏരിയ സമ്മേളനത്തിനിടയിൽ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും എന്നാണ് സഖാക്കന്മാർ ചോദ്യങ്ങളിൽ കഴമ്പുള്ള ചോദ്യമാണ്. എന്തായാലും നോക്കൂ, ഇവിടുത്തെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തുടർഭരണത്തോടു കൂടി ഉണ്ടായിരിക്കുന്ന ഒരു അഹങ്കാരമുണ്ട്. നേതാക്കന്മാർക്ക്, ഭരിക്കുന്നവർക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു അഹങ്കാരമുണ്ട്. ആ അഹങ്കാര മനോഭാവത്തിന് ഏറ്റ
അത് ചോദ്യം ചെയ്യാൻ പാർട്ടിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതൊരു നല്ല കാര്യമാണ്. കാരണം പാർട്ടിയിൽ ഉള്ളിൽ തന്നെ ചോദ്യങ്ങൾ ഉയരുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു ജനാധിപത്യ രീതിയിലേക്ക് പാർട്ടി സംവിധാനങ്ങൾ വളർന്നു വരുന്നത് എന്നും ഇന്ത്യയുടെ ഒരു രീതി അനുസരിച്ച്, ഇന്ത്യയിലെ സംഘടനാ പ്രവർത്തനങ്ങളുടെ രീതി അനുസരിച്ച് അതൊരു കേഡർ പാർട്ടിയാണെന്ന് പറയുമ്പോഴും അവിടെയും ഒരു ജനാധിപത്യത്തിന്റെ മൂല്യം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവരുടെ കൊടിയിൽ മാത്രം പോരാ ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ സ്വാതന്ത്ര്യവും ഒക്കെ കൊടിയിൽ മാത്രം പോരാ. ക്യാമ്പസിൽ ഏറ്റവും വലിയ സന്ദേശങ്ങളും വലിയ വിപ്ലവങ്ങളും ഒക്കെ ഉയർത്തുന്ന ഈ പാർട്ടി തന്നെ അവരുടെ സഹോദര തുല്യമായ പാർട്ടിയായ CPIയുടെ വനിതാ നേതാവിനോട് മഹാരാജാസിൽ നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. ആ നേതാവിനെ പിന്നീട് ഉയർത്തി തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇതൊക്കെ നോക്കൂ, ഞാനതൊക്കെ പറയുമ്പോഴും പാർട്ടിയെ വിമർശിക്കുകയല്ല, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ലോ, ആ പ്രസ്ഥാനത്തിനോട് വലിയ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അതിൻ്റെ ഇന്നത്തെ കാലത്ത് നേതാക്കന്മാരുടെ ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾക്ക് എപ്പോഴും വിമർശിക്കേണ്ടി വരുന്നത്. അത് വിമർശിക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടി പ്രതിനിധികളായി വരുന്ന സഖാക്കന്മാർ തന്നെ മുന്നോട്ട് വരുന്നു എന്നത് വലിയ കാര്യമാണ്. കൊല്ലം നൽകുന്ന പ്രതീക്ഷ CPMനെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. ഇന്ന് നോക്കൂ, കോൺഗ്രസിന് 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരെന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ അത്രത്തോളം നേതാക്കന്മാരുണ്ട് എന്ന് പറയുമ്പോൾ CPMന് പിണറായിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല. ആ ഉത്തരം നൽകാൻ സാധിക്കുകയുമില്ല. പക്ഷേ ഈ കൊല്ലത്തുണ്ടായിരിക്കുന്നത് പോലെ ബാക്കി വരാൻ പോകുന്ന ജില്ലാ സമ്മേളനങ്ങളെല്ലാം ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങളുമായി സഖാക്കന്മാർ മുന്നോട്ട് വന്നാൽ ഇതിനെയൊക്കെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം പാർട്ടിക്കുണ്ടാകും. അതിനുവേണ്ടി പാർട്ടി നേതാക്കന്മാർക്ക് ഒരു വലിയ തിരിച്ചറിവുണ്ടാകണം. ഈ സമ്മേളനങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ കണ്ട്, അല്ലെങ്കിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരൊക്കെ പറഞ്ഞത് കേട്ട് പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും ഒക്കെ പോയി കിടന്ന് ഉറങ്ങുമ്പോൾ രാത്രിയിൽ ആലോചിക്കണം, കാലിന് ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, ഇത് വലിയൊരു പതനത്തിലേക്ക് പോകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ടാകണം, പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം. വർഗീയ ശക്തികൾക്കെതിരെ വലിയ ചെറുത്തുനിൽപ്പിൻ്റെ സമരവുമായി ഇവിടെ ഇടതുപക്ഷം ഉണ്ടാകേണ്ടത് ഇന്നിൻ്റെ അനിവാര്യത തന്നെയാണ്. പക്ഷെ ആ അനിവാര്യത മനസ്സിലാക്കാത്തത് ഈ പറയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാർ, അത് പ്രവർത്തകരും സാധാരണക്കാരും ജനങ്ങളും അത് മനസ്സിലാക്കുന്നു. തെറ്റുണ്ടാകുമ്പോൾ തെറ്റിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന സഹാക്കന്മാർക്ക് വരെ തെറ്റിന് കൂട്ടുപിടിക്കുന്ന, തെറ്റിന് കൂട്ടു നിൽക്കുന്ന, ആധുനികതയുടെ എല്ലാ സൗകര്യങ്ങളിലും സുഖലോലുപതയിലും ഭ്രമിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം സഖാക്കന്മാരാണ് പാർട്ടിയെ എല്ലാ തലങ്ങളിലും നയിക്കുന്നത് എന്ന തിരിച്ചറിവ് സഖാക്കന്മാർക്ക് ഉണ്ടായിരിക്കുന്നു. ആ തിരിച്ചറിവിൽ നിന്നാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ സംസ്ഥാന നേതൃത്വം അതിന് തക്ക നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകണം. അതാണ് ഈ കൊല്ലം ജില്ലാ സമ്മേളനം നൽകുന്ന സന്ദേശം. എന്തായാലും കള്ളുകുപ്പിയുടെ ഛായയിൽ കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ ലേബലൊട്ടിച്ച പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാൻ എടുത്ത വലിയ തീരുമാനത്തിന് നമുക്ക് കൈയടിക്കാം. പക്ഷേ ഇതൊക്കെ എത്രമാത്രം ആളുകൾ എങ്ങനെ എടുക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കും.